റാങ്ക് മേറ്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മലയാളത്തിലെ പദശുദ്ധി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. മലയാളത്തിലെ പദശുദ്ധി എന്താണ് പദശുദ്ധി എന്ന് നമുക്ക് നോക്കാം. ക്ലാസ്സിലോട്ട് കടക്കാം. മലയാള പദത്തിൽ വരുന്ന തെറ്റുകൾ സർവ്വസാധാരണമാണ്. മലയാള പദത്തിൽ വരുന്ന തെറ്റുകൾ എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. ഇത്തരം തെറ്റുകൾ പരിഹരിക്കുന്നതിനായി ശരിയായി ഉച്ചരിച്ചും എഴുതിയും പരിശീലിക്കുകയാണ് ഏകമാർഗമെന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ തെറ്റാൻ സാധ്യതയുള്ള ചില പദങ്ങൾ നമുക്കിവിടെ പഠിക്കാം. PSC പരീക്ഷകൾക്ക് മലയാളത്തിൽ മുഴുവൻ മാർക്കും നേടുന്നതിന് ഇത് നിങ്ങളെ സഹായിക്കും. ഈ പദശുദ്ധി എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഉദ്യോഗാർത്ഥികൾ വളരെ സീരിയസ് ആയി കാണുകയില്ല. നമ്മളെല്ലാം മലയാളികളല്ലേ, നമുക്ക് എല്ലാ വാക്കുകളും അറിയാമെന്ന് കരുതി നമ്മൾ എഴുതി പരിശീലിക്കാതെയാണ് ഈ എക്സാമിന് നമ്മൾ പോകുന്നത്. എക്സാമിന് പോകുമ്പോൾ നമ്മൾ അവിടെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം അല്ലേ. ആ കൺഫ്യൂഷൻ പരിഹരിക്കാനാണ് നമ്മൾ ഈ പദശുദ്ധി എന്ന് പറയുന്ന ടോപ്പിക്ക് എഴുതി പരിശീലിച്ച് പഠിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് വൺ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്ഭുതം. അത്ഭുതമാണല്ലേ, നമ്മൾ എപ്പോഴും അത്ഭുതപരമായ കാര്യങ്ങൾ കാണാറില്ലേ. അത്ഭുതം നമ്മൾ എപ്പോഴും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലേ അത്ഭുതം എന്ന് പറയുന്നത്. അത്ഭുതം അതെങ്ങനെയാണ് എഴുതുന്നത്? അത്ഭുതം എഴുതുന്നത് എങ്ങനെയാണ്? കണ്ട, ഇതാണ് ശരി, അത്ഭുതം എന്നാണ് ശരി. നെക്സ്റ്റ് അനന്തരവൻ. അനന്തരവൻ PSC നമ്മളെ തെറ്റിക്കാനായിട്ട് അനന്തിരവൻ എന്ന് കൊടുക്കും. അനന്തിരവൻ എന്ന് കൊടുക്കും, അത് തെറ്റാണ്. അനന്തിരവൻ എന്ന് കൊടുത്താൽ എന്താണ്? തെറ്റാണ്. ശരിയായ വാക്ക് എന്താണ്? അനന്തരവനാണ്. എന്താണ്? അനന്തരവൻ. അതുപോലെ തന്നെ ആധ്യാത്മികം. ആധ്യാത്മികം എന്ന് പറഞ്ഞാലാണ് ശരി. ആധ്യാത്മികം PSC നമ്മളോട് ഓപ്ഷനിൽ തരും ആധ്യാത്മികം, അത് തെറ്റാണ്. ആധ്യാത്മികം നമ്മൾ ഉച്ചരിച്ച് പഠിക്കുക. ആധ്യാത്മികമാണ് ശരി, ആധ്യാത്മികം. നെക്സ്റ്റ് അധകൃതൻ. അധകൃതൻ എങ്ങനെയാണ് എഴുതുന്നത്? അധകൃതൻ നമുക്ക് എഴുതുന്നത് എങ്ങനെയാണ്? അധകൃതൻ ഇങ്ങനെയാണല്ലേ എഴുതുന്നത്. നമ്മൾ എഴുതി പരിശീലിക്കുക. അധകൃതൻ, ഇതാണ് ശരി. അധകൃതൻ, അധകൃതൻ. ഓക്കെ, അധകൃതൻ. നെക്സ്റ്റ് ആനപ്പിണ്ടം. ആനപ്പിണ്ടം. ആനപ്പിണ്ടം PSC നമ്മുടെ ഓപ്ഷനിൽ ആനപ്പിണ്ടം എന്നുള്ളത് എങ്ങനെ തരുവടെ? ഒരു പാ മാത്രം നമുക്ക് തരും, ഒരു പാ മാത്രം തരും, അത് തെറ്റാണ്. ആനപ്പിണ്ടം ഇപ്പയാണ് ശരിയല്ലേ. ആനപ്പിണ്ടം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ആനപ്പിണ്ടമാണ്. ഓക്കെ, ആനപ്പിണ്ടം. ഇനി ഐഹികം. ഐഹികം PSC ഒത്തിരി വട്ടം ആവർത്തിക്കുന്നതിന് ഐഹികം. ഐഹികം, ഐഹികമാണ് ശരി, ഐഹികം. അതുപോലെ തന്നെ ഉദ്ഘാടനം. എന്താണ്? ഉദ്ഘാടനം. ഈ ദ ആണ് അല്ലേ, ഉദ്ഘാടനത്തിന് ഈ ദ ആണ് ശരി. ഉദ്ഘാടനം, ഈ ദ എന്നെഴുതുക, ഇത് തെറ്റാണ്, ഇതാണ് ശരി. ഉദ്ഘാടനം എന്ന് പറയുന്നതാണ് ശരി, ഉദ്ഘാടനം. അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രവർത്തിക്കുക. പ്രവർത്തിക്കുക എങ്ങനെയാണ് എഴുതി നോക്കുന്ന? പ്രവർത്തിക്കുക. പ്രവർത്തിക്കുക, ഇതാണ് ശരി. പ്രവർത്തിക്കുക എന്നതാണ് ശരി, പ്രവർത്തിക്കുക. അല്ലാതെ PSC നമ്മളോട് പറയുന്നതാ ഇതുപോലെ നമുക്ക് ഓപ്ഷനിൽ തരും. പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്ക് ഓപ്ഷനിൽ എങ്ങനെയായിരിക്കും ഇവിടെ തരുന്നത്? ഓപ്ഷനിൽ തരുന്നത് ഇതാ ഇതുപോലെ തരും. പ്രവർത്തിക്കുക ഇങ്ങനെയായിരിക്കും നമുക്ക് ഓപ്ഷനിൽ തരുന്നത്, പ്രവർത്തിക്കുക. അപ്പം നമ്മൾ ഇത് എഴുതി വയ്ക്കും, പക്ഷെ ഇത് തെറ്റാണ്. ശരി ഏതാണ്? ശരി ഏതാണടേ? പ്രവർത്തിക്കുക എന്നാണ്. നമ്മളപ്പോൾ അത് ശരിയായിട്ട് ഉച്ചരിച്ച് പഠിക്കുക. പ്രവർത്തിക്കുക എന്നതാണ് ശരി, പ്രവർത്തിക്കുക. നെക്സ്റ്റ് ഐക്യം. ഐക്യം എന്ന് എങ്ങനെയാണ് എഴുതുന്നത്? ഐക്യം ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലേ, ഐക്യം എന്നുള്ള ശരി. ഐച്ഛികം. ഐച്ഛികം എന്നെങ്ങനെയാണ് എഴുതുന്നത്? ഐച്ഛികം. ഐച്ഛികം എന്ന് പറയുമ്പോൾ നമ്മൾ അച്ഛൻ്റെ എച്ച എഴുതൂലേ, അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അച്ഛൻ്റെ എച്ച, അച്ഛൻ നമ്മൾ ചെറിയ ആദ്യമേ നമ്മൾ അക്ഷരം എഴുതുമ്പോഴേ നമ്മൾ എഴുതി പഠിക്കുന്നില്ലേ അച്ഛൻ. അപ്പം ആ ഐച്ഛികം അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഐച്ഛികം, ഇതാണ് ശരി. ഐച്ഛികം എന്നാണ് ശരി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 10 വാക്കുകളാണ് ആദ്യം പഠിച്ചത്. അത്ഭുതം, അനന്തരവൻ. അത്ഭുതം, അനന്തരവൻ. ആധ്യാത്മികം, അധകൃതൻ, ആന
ആനപ്പിണ്ടം. ഇപ്പം എഴുതണം കേട്ടോ. ആനപ്പിണ്ടം. ഐഹികം, ഉദ്ഘാടനം. ഉദ്ഘാടനത്തിൻ്റെ അത് ശ്രദ്ധിക്കുക. ഉദ്ഘാടനം. പ്രവർത്തിക്കുക. എന്താണ്? പ്രവർത്തിക്കുക. പിന്നെ ഐക്യം, ഐച്ഛികം. ഇത്രയുമാണ്. ഇനി നമുക്ക് കുറച്ച് വാക്കുകളിലൂടെ നോക്കാം. ഇത് നമ്മുടെ PSC ഒത്തിരി വട്ടം ആവർത്തിച്ച കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ. കവിയത്രി. കവിയത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റാണ്. കവിയത്രി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കവയിത്രി. കവയിത്രി. കവയിത്രി എന്ന് തന്നെ എഴുതി പഠിക്കുക. കവയിത്രി. കവയിത്രിയാണ് ശരി. കവയിത്രി എന്ന് പറയുന്നതാണ് ശരി കേട്ടോ. കവയിത്രിയാണ് ശരി. നെക്സ്റ്റ് കാതകൻ. കാതകൻ. കാതകനാണ് ശരി. കാതകനാണ് ശരി. നെക്സ്റ്റ് ലൗകികം എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റാണ്. ലൗകികം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ലൗകികമാണ് ശരി. ലൗകികമാണ് ശരി. അതുപോലെ അടിമത്തം. അടിമത്തം നോക്കേണ്ട. ഈ അടിമത്തം, ഈ തോം തെറ്റാണ്. ഈ തോം തെറ്റാണ്. അടിമത്തത്തിന്റെ തോം ഏതാണ്? അടിമത്തം എന്നുള്ളതാണ് ശരി. അടിമത്തം എന്നുള്ളതാണ് ശരി. അടിമത്തമാണ് ശരി. നെക്സ്റ്റ് എന്ന് പറയുന്നത് പുനർസൃഷ്ടി. പുനർസൃഷ്ടി. പുനർസൃഷ്ടി എന്ന് പറയുന്നത് തെറ്റാണ്. പുനഃസൃഷ്ടിയാണ് ശരി. പുനഃസൃഷ്ടിയാണ് ശരി. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന ടോപ്പിക്കിലും ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വരെ. ഹാർദവമായി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഹാർദവമായി എന്ന് പറഞ്ഞാൽ എന്താണ്ടേ? തെറ്റാണ്. പിന്നെ എന്താണ് ശരി? ഹാർദം. എന്താണ്? ഹാർദം എന്ന് പറഞ്ഞാലാണ് ശരി. ഹാർദവമായി എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റാണ്. ഹാർദമാണ് ശരി. ഹാർദം. നെക്സ്റ്റ് അസ്തമനം. അസ്തമനം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അസ്തമയം. എന്താണ്? അസ്തമയം. അസ്തമയമാണ് ശരി. എന്താണ്? അസ്തമയം. നെക്സ്റ്റ് പ്രവർത്തി. പ്രവർത്തി. നേരത്തെ നമ്മൾ പ്രവർത്തിക്കുക പഠിച്ചു. പക്ഷെ പ്രവർത്തി എന്ന് എഴുതുന്നത് എങ്ങനെയാണ്ടേ? പ്രവർത്തി ആണ്. പ്രവർത്തി. ഇതാണ് ശരി. പ്രവർത്തി എന്ന് തന്നെ എഴുതണം. പ്രവർത്തിക്കുക എന്നാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ശരി. ഇത് പ്രവർത്തി എന്നുള്ളതാണെങ്കിൽ എന്താണ്ട് ശരി? പ്രവൃത്തിയാണ് ശരി. പ്രവൃത്തി എന്നുള്ളതാണ് ശരി വരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്? നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണടേ? ഐക്യകണ്ഠേനെ. ഐക്യകണ്ഠേനെ. ഐക്യകണ്ഠേനെ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഐക്യകണ്ഠേനെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഐക്യകണ്ഠേന കൊള്ളാലോ, ഐക്യകണ്ഠേന എന്ന് എഴുതിക്കുന്നത് നന്നായിരിക്കുന്നു, നമുക്ക് ഇത് തന്നെയും കറുപ്പിക്കാന്ന് വെച്ച് നമ്മൾ കറുപ്പിച്ചങ്ങ് വെക്കും. പക്ഷെ അതെന്താണ്? തെറ്റാണ്. അത് നമുക്ക് ആ ഒരു മാർക്ക് അവിടെ നഷ്ടപ്പെടുകയാണ്. ഐക്യകണ്ഠേന എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഐകകണ്ഠേന. എന്താണ്? ഐകകണ്ഠേന എന്ന് പറഞ്ഞാലാണ് ശരി. ഐകകണ്ഠേന അതുപോലെ തന്നെ ഉച്ചരിച്ച് പഠിക്കുക. ഐകകണ്ഠേന. ഓക്കെ, ഐകകണ്ഠേന എന്ന് തന്നെ നമ്മൾ ഉച്ചരിച്ച് പഠിക്കുക. അപ്പം നമ്മൾ കുറച്ച് വാക്കുകൾ പഠിച്ചു. കവയിത്രി, കവയിത്രി, കാതകൻ, കവയിത്രിയാണ് ശരിയല്ലേ? കവയിത്രിയാണ് ശരി. കാതകൻ, ലൗകികം, അടിമത്തം, പുനഃസൃഷ്ടി, ഹാർദം, അസ്തമയം, പ്രവർത്തി, ഐകകണ്ഠേന. പ്രവർത്തി ഐകകണ്ഠേന. ഇത്രയുമാണ്. ഇത് ഒത്തിരി വട്ടം PSC ആവർത്തിച്ചാണ്. നിങ്ങളിത് എഴുതി തന്നെ പഠിക്കുക. എഴുതി പരിശീലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് കിട്ടുകയുള്ളൂ. ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾക്ക് 100% ഇതേ ക്വസ്റ്റ്യൻ തന്നെ ആവർത്തിച്ച് ചോദിക്കും. ഒരു മാർക്ക് ഉറപ്പിക്കാം. നെക്സ്റ്റ് നമുക്കിനി കുറച്ച് PSC ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം കേട്ടോ. എങ്ങനെയാണ് നമുക്ക് പദശുദ്ധി എന്താണെന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ അത് എങ്ങനെയാണ് നമ്മുടെ എക്സാം ഹാളിൽ എക്സാം ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കണ്ടേ. അങ്ങനെ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് അത് പെട്ടെന്ന് പരിശീലിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അതിന് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റുകയുള്ളൂ. നോക്കിയാണ്ടേ, ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇതൊരു LDC എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് ആയിട്ട് ഒത്തിരി തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഹാർദം, ഹാർദവം, ഹാർദവം, ഹാർദവം. ഇങ്ങനെ ഒരു 4 ഓപ്ഷൻ തന്നെ ഒരു 4 വിധത്തിൽ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ നമ്മൾ പഠിക്കാതെയാണ് പോവുകയാണെങ്കിൽ നമുക്കിതിൽ ഇഷ്ടപ്പെട്ട ഒരെണ്ണം നമ്മൾ എന്തോ ചെയ്യും? കറുപ്പിച്ചങ്ങ് വയ്ക്കും. നമ്മുടെ ഒരു മാർക്ക് അവിടെ പോയി. പക്ഷെ നമ്മൾ ഇത് പഠിച്ചിട്ടാണ് പോയതെങ്കിൽ, നമ്മളിപ്പോൾ പഠിച്ചല്ലേ, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ ശരിയായ പദം എന്താണ്ട്? ഹാർദമാണ്. ഹാർദം എന്ന് പറഞ്ഞതാണ് ശരി. അപ്പോൾ നമുക്കവിടെ എന്ത് ചെയ്യാം? ഒരു മാർക്ക് നമുക്കവിടെ ഉറപ്പിക്കാം. നെക്സ്റ്റ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
യഥോചിതം പദശുദ്ധി വരുത്തുക. യഥോചിതത്തിന് ഒരു 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. യഥോചിതം എന്നുണ്ട്, യഥോചിതം എന്നുണ്ട്, യഥോജിതം എന്നുണ്ട്, യഥോചിതം എന്നുണ്ട്. പല വിധത്തിലും നമുക്ക് രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താഴെയൊക്കെ മാറ്റിയൊക്കെ തന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് ബി ഓപ്ഷനാണ് ശരി. ഏതാണ് നമ്മുടെ ശരി എന്ന് പറയുന്നത്? ഏതാണ് നമ്മുടെ ശരി എന്ന് പറയുന്ന ബി ഓപ്ഷനാണ്. യഥോചിതം എന്നുള്ളതാണ് ശരി. എന്താണ്? യഥോചിതം എന്നുള്ളതാണ് ശരി. ആൻസർ യഥോചിതം. നെക്സ്റ്റ്, ശരിയായ പദപ്രയോഗം കണ്ടെത്തുക. പശ്ചാത്താപം, 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 പശ്ചാത്താപം. ഇതിൽ ഏതാണ് ശരി? എ ഓപ്ഷനാണ് ശരി. ഏതാണ്ട് എ ഓപ്ഷനാണ് ശരി. എ ഓപ്ഷനാണ് ശരി. നെക്സ്റ്റ്, ശരിയായ പ്രയോഗം ഏത്? ശിരച്ഛേദം, 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 ശിരച്ഛേദം. ഇതിൽ ഏത് ശരി? ബി ഓപ്ഷൻ, ശിരച്ഛേദമാണ് ശരി. ശിരച്ഛേദമാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ശരിയായ പദം അടിമത്വം, അടിമത്വം, അടിമത്തം, അടിമതം. ഇതിൽ ഏതാണ്ട് ശരി? സി ഓപ്ഷൻ. ഇത് ഒത്തിരി വട്ടത ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? LDC പത്തനംതിട്ട, പാലക്കാട് ഒക്കെ 2017 ചോദിച്ച് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം നടന്ന 2023, 24 നടന്ന എക്സാമൊക്കെ ഇതാ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? അടിമത്തം. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം അടിമത്തം. സി ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നതെന്ന് നോക്കാം. ഇനി അടുത്ത ശരിയായ പദം അന്തഃഛിദ്രം, 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 അന്തഃഛിദ്രം. ഏതാണ്ട് ശരി ഓപ്ഷൻ സി, അന്തഃഛിദ്രമാണ് ശരി. ഏതാണ്ട് അന്തഃഛിദ്രമാണ് ശരി. ശരിയായ രൂപം എഴുതുക. അസന്ദിഗ്ധം, അസന്നിഗ്ധം, അസന്ദിഗ്ധം, അസന്നിഗ്ധം. ഏതാണ്ട് ശരി? അസന്ദിഗ്ധം, അസന്ദിഗ്ധം. പറഞ്ഞു തന്നെ പഠിക്കുക. അസന്ദിഗ്ധമാണല്ലേ? അസന്ദിഗ്ധം, അസന്ദിഗ്ധമാണ് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ഇനി നമുക്ക് കുറച്ച് നമ്മൾ ദൈനംദിന ജീവിതത്തിലൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ചോദിക്കുന്നത്. നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ ശരിയാണോ? നമ്മൾ ഇനിയെങ്കിലും നമ്മളത് ശരിയായിട്ട് ഈ പ്രയോഗങ്ങൾ ഉപയോഗിക്കണം. അങ്ങിനെ, അങ്ങിനെ എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങിനെ, അങ്ങനെ, അങ്ങനെ അങ്ങനെ, അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. നമ്മൾ അങ്ങനെ, അങ്ങനെ, അങ്ങനെ എന്ന് തന്നെ പറയണം. എന്താണ്? അങ്ങനെ. ഇതാണ് ശരി കേട്ടാ. അങ്ങനെയാണ് ശരി. അങ്ങനെ എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ഇത്. അടിമത്തം, അടിമത്തം, അടിമത്തം എന്ന് പറയൂല, അടിമത്തം, അടിമത്തമാണ് ശരി. എന്താണ്ട്? അടിമത്തം എന്നാണ് ശരി. അടിമത്തം. ഇനി അതാത്, അതാത് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ തെറ്റായിട്ടുള്ള ഒരു പ്രയോഗമാണ്. അതാത് എന്ന് നമ്മൾ ഒരിക്കലും പറയൂല. അതത് എന്നേ പറയുള്ളൂ, അതത് എന്നേ പറയുള്ളൂ, അതത് എന്നേ പറയുള്ളൂ, അതത് എന്നേ പറയുള്ളൂ, അതത് എന്നേ പറയുള്ളൂ. എന്താണ്? അതത്. നെക്സ്റ്റ് നോക്കിയാണ്ടേ അധപതനം. എന്താണ്? അധപതനമാണ് ശരി. അധപതനം ഈ ദായാണ് അല്ലേ? അധപതനത്തിന് ഈ ദായാണ് ശരിയായിട്ട് പ്രയോഗിക്കുന്നത്. നെക്സ്റ്റ്, നമ്മുടെ എല്ലാവരും നമ്മൾ ഇപ്പം നിങ്ങളും കേൾക്കുന്ന ഒരു അധ്യാപികയുടെ മുന്നിലായിരിക്കും അല്ലേ? നമ്മളെല്ലാവരും അധ്യാപകരുടെ മുന്നിൽ പഠിച്ചിട്ടല്ലേ നമ്മൾ ഇത്രയും എത്തിയിരിക്കുന്നത്. അപ്പോൾ അധ്യാപകൻ എന്ന് എഴുതുന്ന നമ്മൾ തെറ്റായിട്ട് പഠിച്ചാൽ ഇതുപോലൊരു മോശം അവസ്ഥയില്ല. അപ്പം നമ്മൾ ഇനിയെങ്കിലും അത് ശരിയാക്കുക. അധ്യാപകൻ, ആ ദയുടെ തെറ്റാണ്. അധ്യാപകൻ എന്നുള്ളത് ഈ ദായാണ് അല്ലേ? അധ്യാപകൻ്റെ ഈ ദായാണ് ശരിയെന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അനന്തിരുവൻ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ അനന്തിരുവൻ, അത് തെറ്റാണ്. അനന്തിരുവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അനന്തിരുവൻ എന്ന് പറയുന്നത് തെറ്റാണ്. അനന്തരവനാണ് ശരി. പിന്നെ അനുഗ്രഹീതൻ, ഗ്രഹീതൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അനുഗ്രഹീതൻ, ഈ അനുഗ്രഹീതൻ എന്ന് പറഞ്ഞാലാണ് ശരി. അനുഗ്രഹീതൻ എന്ന് പറഞ്ഞാലാണ് ശരി കേട്ടോ. അപ്പം നമ്മൾ ഇനിയെങ്കിലും തെറ്റിക്കരുത്. ഇങ്ങനത്തെയൊക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കുക. അതുപോലെ തന്നെ അപേക്ഷാ തീയതി, നമ്മളെല്ലാവരും അപേക്ഷ കൊടുക്കുമല്ലേ? നമ്മൾ പണ്ടൊക്കെ PSCക്ക് നമ്മൾ അപേക്ഷ കൊടുക്കുകയും ചെയ്യും. നമ്മൾക്കൊരു ജോബിനാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യൂടെ? ഒരു ജോബിനോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരു അപേക്ഷയല്ലേ കൊടുക്കുന്ന. അപ്പം നമ്മൾ അപേക്ഷാ തീയതി എന്നല്ലേ നമ്മൾ പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്. നിങ്ങൾ അപേക്ഷാ തീയതി എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അപേക്ഷ, ഇക്ഷാ വരൂല. ഇക്ഷ എന്നുള്ളത് തെറ്റാണ്. നമ്മൾ എന്തെന്ന് പറയൂടെ? നമ്മൾ എന്തെന്നാണ് പറഞ്ഞത്? അപേക്ഷ മാത്രമേ പറയുള്ളൂ. ക്ഷ എന്നേ മാത്രമേ പറയുള്ളൂ. ഇക്ഷ വരൂല. ഓക്കെ, ഈ ഇക്ഷ എന്ന് മാത്രമാണ് വരുവുള്ളൂ.
ഓക്കെ, ഇക്ഷ മാത്രമേ വരുള്ളൂ. അപ്പം അപേക്ഷാ തീയതി എന്നാണ് ശരി. അതുപോലെ തന്നെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലെങ്കിൽ. അല്ലെങ്കിൽ. അപ്പം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാലാണ് ശരി. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാലാണ് ശരി. അല്ലെങ്കിൽ, ഇല്ല എന്ന് മാത്രമാണെങ്കിൽ അത് തെറ്റാണ്. മനസ്സിലായ? അല്ലെങ്കിൽ എന്നാണ് ശരി. അല്ലെങ്കിലാണ് ശരി. അതുപോലെ തന്നെ അവധാനത എന്ന് പറയൂല, അവധാനം എന്നേ പറയുള്ളൂ. അവധാനം എന്നേ പറയുള്ളൂ. അവധാനം എന്നേ പറയുള്ളൂ. അസ്ഥികൂടം, അസ്ഥികൂടം എന്നേ പറയുള്ളൂ. അസ്ഥികൂടം. അസന്ധിഗ്ധം, അസന്നിഗ്ധം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അസന്ധിഗ്ധം എന്നേ പറയൂ. അസന്ധിഗ്ധം. അതുപോലെ അസ്ഥിവാരം, അസ്ഥിവാരം എന്നേ പറയുള്ളൂ. ആണത്വം, ആണത്തം എന്നേ പറയുള്ളൂ. ആദ്യാവസാനം, ആദ്യ അവസാനം. അദ്യാ എന്ന് വരൂല, അദ്യ മാത്രമേ വരുള്ളൂ. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാം. അങ്ങനെ, അടിമത്വം, അതത്, അധപതനം, അധ്യാപകൻ, അനന്തരവൻ, അനുഗ്രഹീതൻ, അപേക്ഷാതീയതി, അല്ലെങ്കിൽ, അവധാനം, അസ്ഥികൂടം, അസന്ധിഗ്ധം, അസ്ഥിവാരം, ആണത്തം, ആദ്യാവസാനം. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ്ട് പദശുദ്ധിയെക്കുറിച്ചാണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു. അതൊക്കെ എല്ലാവരും നന്നായിട്ട് എഴുതി തന്നെ പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.